നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 481 481. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. നാരായണ 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 നാരായണ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 481. കഴിഞ്ഞ എപ്പിസോഡിലെ 223 സർഗത്തിലെ അവസാനത്തെ ശ്ലോകം 53. അശൂന്യമാണെങ്കിലും ഓർപ്പൂ ശൂന്യം കണക്കെ വിജ്ഞാനികളും ചിലപ്പോൾ അതേ പരൻ നമ്മുടെ നന്ദഗോപാത്മജന്റെ കാരുണ്യം അവർണ്ണനീയം. അതാണ് സത്യം. ശ്രീകൃഷ്ണൻ്റെ ലീലാവിലാസങ്ങൾ അപാരമാണ്, ആർക്കും ക്ലിപ്തപ്പെടുത്താൻ പറ്റില്ല. പുല്ലിന് വജ്രത്തിൻ്റെ വിലയും വജ്രത്തിന് പുല്ലിൻ്റെ വിലയും ആവാൻ ഈശ്വരാനുഗ്രഹത്തിന് സാധിക്കും. അത്ര നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇന്ന് നമ്മൾക്ക് 224 സർഗം ശ്രീരാമചരിതം. എനിക്ക് തോന്നുന്നത് ഭാഗവത്തിലെ 2 അധ്യായം കൊണ്ടാണ് ശ്രീരാമ കഥ പറഞ്ഞിട്ടുള്ളത്. എന്തോ ആവട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക. ഗഡ്വാംഗതനയൻ ദീർഘബാഹു തൻ മകനാം രഘു തൻ പുത്രൻ അജൻ അയാൾ തൻ മകൻ ദശരഥൻ നൃപൻ. ഗഡ്വാംഗൻ്റെ മകനാണ് ദീർഘബാഹു, ദീർഘബാഹുവിൻ്റെ മകനാണ് രഘു, രഘുവിൻ്റെ പുത്രനാണ് അജൻ, അജൻ്റെ മകനാണ് ദശരഥൻ എന്ന് പറയുണ്ടായി. വിണ്ണോർ അർത്ഥിക്കയാൽ പൂർണ്ണബ്രഹ്മാംശാംശങ്ങൾ മന്നിതിൽ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായി വിളങ്ങി നൃപാത്മജാം രാമലക്ഷ്മണ ഭരത ശത്രുഘ്നാഭ്യാഖ്യനാൽ നാൽവരായി. അതായത് വളരെ ചുരുക്കി പറഞ്ഞു. വിണ്ണോർ അർത്ഥിക്കയായി ദേവന്മാരെ മഹാവിഷ്ണുവോട് പ്രാർത്ഥിക്കുക. കാരണം പൂർണ്ണ ബ്രഹ്മാംശാംശങ്ങൾ മന്നിതിൽ പൂർണ്ണ ബ്രഹ്മാംശം, അതായത് ഈ ശ്രീരാമനും ശ്രീകൃഷ്ണനാണ് വിഷ്ണുവിൻ്റെ പൂർണ്ണ അംശമായിട്ടുള്ള പൂർണ്ണാവതാരം എന്ന് പറയും. ബാക്കിയൊക്കെ അംശാവതാരം അംശാംശാവതാരങ്ങളാണ്. അപ്പോൾ ഇവിടെ വിണ്ണോരർത്ഥിക്കയാൽ പൂർണ്ണബ്രഹ്മാംശാംശങ്ങൾ മന്നിതിൽ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായി വിളങ്ങി നൃപാത്മജ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നാഭ്യാഖ്യനാൽ വരായി. 4 ആൾക്കാരാണ് അവരുണ്ടായത്. ശ്രീരാമചരിതം മാർക്കാണ്ഡേയമാമുനി എത്രയും വർണ്ണിച്ചിതെങ്കിലും വാക്കിൽ വിശുദ്ധി കൽപ്പമോതിടാം. ശ്രീരാമചരിതം മാർക്കാണ്ഡേയ മാമുനി വളരെയധികം വിസ്തരിക്കുന്നുണ്ടായിട്ടുണ്ട്. വർണ്ണിച്ചതെങ്കിലും വാക്കിൻ വിശുദ്ധി കൽപ്പമോതിടാം. കുറച്ച് പറയാമെന്നേ പറഞ്ഞുള്ളൂ. അച്ഛൻ്റെ സത്യം പാലിപ്പാൻ മഹാരാജം വെടിഞ്ഞവൻ. ഗുണപാഠാണ്, നമ്മൾക്കുള്ള ഗുണപാഠാണ്. നമ്മൾക്ക് വേണ്ടി ജീവിതകാലം ഒഴിഞ്ഞു വെച്ച അച്ഛനമ്മമാരെ എങ്ങനെ നമ്മൾ കരുതണം. അച്ഛനമ്മമാരുടെ ഇംഗിതങ്ങൾ മൈൻഡ് റീഡിങ് ചെയ്ത് മനസ്സിലാക്കി അത് സാധിപ്പിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥപ്പെട്ട ആൾക്കാരാണ് നമ്മൾ. അല്ലാതെ കണ്ട് പറക്കുമുറ്റാറായാൽ, നമ്മൾക്ക് നല്ല ശമ്പളമൊക്കെ ആയാൽ, ഒരു കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവരെ തിരിഞ്ഞ് നോക്കണ്ട എന്ന് വന്നാൽ എവിടെ പോയിട്ടും കാര്യമില്ല, ഗുണം പിടിക്കില്ല. അങ്ങനത്തെ ഒരു ഭാഗവതം പഠിച്ചിട്ടും കാര്യമില്ല, രാമായണം പഠിച്ചിട്ടും കാര്യമില്ല. ഇതൊന്നും പഠിക്കാണ്ട് ഗുരുവായൂരമ്പലത്തിൽ ഉൾപ്പെടെ നെയ്യിൻ്റെ ചീട്ട് വാങ്ങിയിട്ട് നേരെ പോയി തൊഴുതിട്ടും കാര്യമില്ല. അപ്പോൾ ശ്രീരാമചരിതം മാർക്കാണ്ഡേയമാമുനി എത്രയും വർണ്ണിച്ചതെങ്കിലും വാക്കിൻ വിശുദ്ധി കൽപ്പമോതിയിടാം. വാക്കിൻ്റെ വിശുദ്ധിക്ക് അല്പം പറയാമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ സത്യം പാലിപ്പാൻ മഹാരാജം വെടിഞ്ഞവൻ.
ഒരു ജോലി എന്നല്ല വിട്ടത്, മഹാരാജ്യം അയോധ്യയുടെ ഇളമുറത്തമ്പുരാനായിട്ട് കിരീടാവകാശിയായിട്ട് അവരോധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കൈകേയിയുടെ ചില പിന്നെ എന്താണെന്നാ പറയുക, വാക്ഷരങ്ങൾ, അല്ലെങ്കിൽ ദശരഥ മഹാരാജാവിനെ ഏതോ ഒരു യുദ്ധത്തിൽ സഹായിച്ചതിൻ്റെ നന്ദി പ്രകടനമായിട്ട് 2 വരം ചോദിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വരം ശ്രീരാമനെ 14 വർഷം കാനനത്തിന് അയക്കണം, ഭരതനെ രാജാവായി വാഴിക്കണം. ഇതാണ് കഥ. അപ്പോൾ അച്ഛൻ്റെ സത്യം പാലിപ്പാൻ മഹാരാജം വെടിഞ്ഞവൻ പ്രിയതൻ കോമള കൈത്താർ മുട്ടിയാൽ നോവുമാവിധം. പ്രിയതൻ കോമള കൈത്താർ, മഹാലക്ഷ്മിയുടെ കയ്യെ ഒന്ന് തട്ടിയാൽ കൂടി വേദനിക്കും. ആർക്ക്? രാമചന്ദ്രസ്വാമിക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ട്രാൻസ്പാരൻ്റ് മൈൻഡാണെന്നാണ് പറഞ്ഞത്. ട്രാൻസ്പാരൻ്റ്. പ്രിയതൻ കോമള കൈത്താർ മുട്ടിയാൽ നോവുമാവിധം പാദപത്മങ്ങളാൽ കാട്ടിലെങ്ങെങ്ങും സഞ്ചരിച്ചവൻ. അതേപോലെയുള്ള കയ്യും കാലും വെച്ചിട്ടാണ് 14 വർഷം മെതിയടിയും കൂടി ഇല്ലാണ്ട് കല്ലും മുള്ളും കാൽക്ക് മെത്തയാക്കി കാണിച്ചത് ശ്രീരാമനാണ്. പാദപത്മങ്ങളാൽ കാട്ടിലെങ്ങും സഞ്ചരിച്ചവൻ സുഗ്രീവ ലക്ഷ്മണന്മാരാൽ മാർഗഖേദങ്ങൾ നീങ്ങുവോൻ. സുഗ്രീവനെ കണ്ടുമുട്ടി, കൂടെ ഹനുമാനും, അല്ലേ? ഹനുമാനെയാണ് ആദ്യം കണ്ടുമുട്ടി, അല്ല ആദ്യം സുഗ്രീവനെ കണ്ടുമുട്ടി. എന്നിട്ടാണല്ലോ കുറച്ച് ആഭരണങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഇത് സീതയുടെ തന്നെയാണെന്ന് പറയണ്ടായി. പക്ഷെ കാട്ടിലേക്ക് എത്തിച്ചതാരാ? സോറി, എൻ്റെ എല്ലാത്തിനെ തെറ്റുവിട്ട ഹനുമാനെയാണ്. ഏതോ 2 ആൾക്കാർ ജടാമകുടങ്ങൾ വൽക്കലം ധരിച്ച് കയ്യിൽ അമ്പും വില്ലായിട്ട് വരുമ്പോൾ സുഗ്രീവനൊരു ഭയം ഉണ്ടായി, ഇത് ബാലി പറഞ്ഞയച്ചതാണോ? അപ്പോൾ തൻ്റെ മന്ത്രിപ്രമുഖന്മാരിൽ കേമനായ വായുപുത്രനായിരിക്കുന്ന ഹനുമാനെ വേഷപ്രച്ഛന്നനായിട്ട് പറഞ്ഞയക്കാണ്. പോയി അവരോട് സംസാരിച്ച് അവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് ആംഗ്യ ഭാഷയിൽ പറയാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയണു, സോദരിക്കാർന്ന വൈരൂപ്യം കണ്ടു കോപിച്ചു സീതയെ കട്ടുപോവോനെ ആരാഞ്ഞു വിഘ്നം കാൺകവേ ഇത്തിരി. അതായത് ഇവിടെ ബാലകാണ്ഡം അയോധ്യാകാണ്ഡമൊന്നുമില്ല, നേരിട്ടിട്ടുള്ള കഥ പറച്ചിലാ. എത്രത്തോളം ചുരുക്കാൻ പറ്റും അത്രത്തോളം ചുരുക്കാണ്. സോദരിക്ക് അന്ന് വൈരൂപ്യം കണ്ടു കോപിച്ച്. ആരെ? എന്താ അവളുടെ പേര്? രാവണൻ്റെ പിന്നെ സഹോദരി. സോദരിക്ക് അന്ന് വൈരൂപ്യം കണ്ടു കോപിച്ചു സീതയെ കട്ടുപോവോനെ ആരാന് വിഘ്നം കാൺകവേ ഇത്തിരി. ശൂർപ്പണക. ആവിൻ്റെ ശൂർപ്പണേനെ വൈരൂപ്യയ്ക്ക് വിട്ടു. അപ്പോൾ കൺചോന്നു സാഗരത്തിങ്കൽ. അപ്പോൾ കണ്ണൊക്കെ ദേഷ്യപ്പെട്ട്, അതായത് പിന്നെ ഒരു 14,000 രാക്ഷസന്മാർ ഇതറിഞ്ഞിട്ട് ശ്രീരാമചന്ദ്രസ്വാമിയോട് യുദ്ധത്തിന് വന്നപ്പോൾ 3.25 മണിക്കൂറിൽ, അല്ല 3.25 നാഴികയിൽ 14,000-നും കൊന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം കൺചോന്നു സാഗരത്തിങ്കൽ ചെറുകെട്ടിയണഞ്ഞുടൻ. കഥ പിന്നെയും ചുരുക്കി, അതാണ്. ഓരോരോ ശ്ലോകത്തിൽ ഓരോരോ കഥയും. കൺചോന്നു സാഗരത്തിങ്കൽ ചെറുകെട്ടിയണഞ്ഞുടൻ രാവണാദികളെ കൊന്ന രാമചന്ദ്രനെ ഓർക്കുവിൻ. നമ്മളോട് പറയാണ്, ആ രാമചന്ദ്രസ്വാമിനെ നമ്മൾ മറക്കരുത്. വിശ്വാമിത്രന്റെ യജ്ഞത്തിൽ മാരീജാതിനികൃഷ്ടരെ ലക്ഷ്മണൻ നോക്കി നിൽക്കെത്താൻ കൊന്നാൻ കമലലോചനൻ. ഒരു ലേശം ബാല്യകാലത്തെ കഥ പറഞ്ഞു. വിശ്വാമിത്രന്റെ യജ്ഞത്തിൽ, അപ്പോൾ താടകനൊക്കെ കൊന്നത് ആ സമയത്താണ്. വിശ്വാമിത്രന്റെ യജ്ഞത്തിൽ മാരീജാതി നികൃഷ്ടരെ ലക്ഷ്മണൻ നോക്കി നിൽക്കെത്താൻ കൊന്നാൻ കമലലോചനൻ താമരക്കണ്ണൻ. സീതാ സ്വയംവരത്തിങ്കൽ 300 ബലശാലികൾ എത്തിച്ച ശൈവമാം ചാപം കളിയായി താനെടുത്തുടൻ.
അപ്പോൾ അവിടെ ജനക മഹാരാജാവ് ഒരു വീരവാദം മുഴക്കിയിരുന്നു. ആരാണ് ശൈവചാപം കൊലയ്ക്കണത്, അവർക്ക് സീതേനെ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് പറയണ്ടായി. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? സീതാ സ്വയംവരത്തിങ്കൽ 300 ബലശാലികളാണ് ഈ ശൈവചാപത്തിനെ, ത്രംബകം എന്നുള്ള ചാപത്തിനെ വലിച്ചു കൊണ്ടുവരുന്നത്. എത്തിച്ച ശൈവമാം ചാപം കളിയാ താനെടുത്തുടൻ ആനക്കുട്ടി കരിമ്പിൻതണ്ടെന്ന പോലെ മഹാഭുജൻ. ഇവിടെ ആരേനെ ആനക്കുട്ടി എന്നൊക്കെ പറഞ്ഞത്? ശ്രീരാമചന്ദ്രസ്വാമിയുടെ ശാരീരിക ഭാഷേനെയാണ് പറഞ്ഞത്. ഒരു ആനക്കുട്ടി കരിമ്പിൻതണ്ട് ഉടച്ച് തിന്നുന്ന ലാഘവത്തോടുകൂടി ശൈവചാപം മുറിച്ചു. ആ വില്ല് മുറിഞ്ഞ ഒച്ച കേട്ട് സീതാദേവിക്ക് സന്തോഷമുണ്ടായി എന്നൊക്കെ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡപ്പ് ഓൺ ദി ബെഞ്ച് ആവും ചിലപ്പോൾ ഞാൻ, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പുറത്താവും. അങ്ങനൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഐ എൻജോയ്ഡ് മൈ സ്കൂളിങ്. പറഞ്ഞ ഭാഷയില്ലേ, ചിലപ്പോൾ അറ്റൻഡൻസ് ഉണ്ടാവില്ല, മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി അങ്ങനൊക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞതെന്താ? ആനക്കുട്ടി കരിമ്പിൻതണ്ടെന്ന പോലെ മഹാഭുജൻ പൊട്ടിച്ചാൻ എത്രയോ ലോകവീരന്മാർ നോക്കി നിൽക്കവേ. എത്രയോ മഹാന്മാർ വന്നിട്ടുണ്ട് അവിടെ. അവർ നോക്കി നിൽക്കവെയാണ് ഈ സാഹസം ചെയ്തത്. മാറിൽ മിന്നിയതാർ തയ്യൽ പോലെ യോജിച്ച സീതയെ. എന്താ പറഞ്ഞത്? 5-ാമത്തെ ശ്ലോകം. പാദപത്മങ്ങളാൽ കാട്ടിലെങ്ങെങ്ങും സഞ്ചരിച്ചവൻ സുഗ്രീവലക്ഷ്മണന്മാരാൽ മാർഗഖേദങ്ങൾ നീങ്ങുവോൻ. പാദപത്മങ്ങളാൽ അല്ലേ, താമര സദൃശമായ കാലുകളെ കൊണ്ട് പാദരക്ഷയില്ലാണ്ട് കാട്ടിൽ നടന്നു എന്ന് പറയുന്നുണ്ടായിട്ടുണ്ട് 5-ാമത്തെ ശ്ലോകത്തിൽ. അതാണ് ഇവിടെ പറഞ്ഞത്. മാറിൽ മിന്നിയതാർ തയ്യൽ. വിഷ്ണുവിൻ്റെ മാറിൽ ആരാളുള്ളത്? മഹാലക്ഷ്മി. അപ്പം മാറിൽ മിന്നിയതാർ തയ്യൽ പോലെ യോജിച്ച സീതയെ. അതന്നെയാണ് മഹാലക്ഷ്മിയുടെ അവതാരമാണ് സീതയായിട്ട്. ആ സീതയെ കൂട്ടിപ്പോം മാർഗമധ്യത്തിൽ 21 വട്ടമായി. അവിടെയാണ് വീരശൂര പരാക്രമിയായിരിക്കുന്ന എന്താ പറയുക, ആരാത് ആള്, പരശുരാമനെ കണ്ടുമുട്ടിയത്. പരശുരാമനെ കണ്ടുമുട്ടി. അതാണ് കുട്ടിപ്പോം മാർഗമധ്യത്തിൽ 21 വട്ടമായി ക്ഷാത്രം മുടിച്ച വീരാതിവീരനാം ഭൃഗുരാമനെ. അത് ഈ ബലരാമനും ആരാ? വിഷ്ണുവിൻ്റെ ഒരു അംശാവതാരമാണ്, പൂർണ്ണാവതാരമല്ല, അംശാവതാരമാണ്. അപ്പോൾ അദ്ദേഹം സംഗതി വശാൽ 21 വട്ടം ഭൂമണ്ഡലത്തിൽ നിന്ന് ക്ഷത്രിയന്മാരെ നിഷ്കാസനം ചെയ്യുണ്ടായി. അപ്പോൾ അദ്ദേഹം സ്വരൂപിച്ചിട്ടുള്ള വൈഷ്ണവ ചൈതന്യമാകുന്ന തപസ്സിദ്ധി ശ്രീരാമന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നാടകം കളിച്ചതാണെന്നൊക്കെ കഥ പറയുന്നുണ്ട്. അതാണ് ക്ഷാത്രം മുടിച്ച വീരാതിവീരനാം ഭൃഗുരാമനെ ജയിച്ചു വൈഷ്ണവജാപം വാങ്ങിയേറെ വിളങ്ങിയോൻ. വളരെയധികം എന്താണെന്നാ പറയുക, കീർത്തിമാനായി. അപ്പോൾ അത് 6-ാമത്തെ ശ്ലോകമായിട്ട് കണക്ട് ചെയ്യണം. ഏതാ? ഇതിപ്പോൾ ശ്ലോകം 12. 6-ാമത്തെ ശ്ലോകം എന്താ? സോദരിക്കാർന്ന വൈരൂപ്യം കണ്ടു കോപിച്ചു സീതയെ കട്ടുപോവോനെ ആരാഞ്ഞു വിഘ്നം കാൺകവേ ഇത്തിരി എന്ന് പറഞ്ഞല്ലോ. അതാണ് ഇവിടെ ജയിച്ചു വൈഷ്ണവജാപം വാങ്ങിയേറെ വിളങ്ങിനാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് 13-ാമത്തെ ശ്ലോകം പറഞ്ഞു. പെണ്ണിൻ പ്രീതിക്കു പണ്ടേകി പോയതാം വാക്കു കാരണം. പെണ്ണിൻ്റെ പ്രീതിക്ക് വേണ്ടി പണ്ടേകി പോയതാം വാക്ക് കാരണം. ആർക്ക് വാക്ക് കൊടുത്താലും പെണ്ണുങ്ങൾക്ക് വാക്ക് കൊടുക്കരുത്. അതൊരു ഉപദേശമാണ്. കാരണം അത് മിസ്യൂസ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ സത്യത്തിൻ്റെ കുടുക്കിൽ പെട്ടേറെ മാർഗിടും ആവിധം. അങ്ങനെയാണ്. ഈ പറഞ്ഞ വാക്കുകൾ നമുക്ക് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. അവർക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ അവർ പറഞ്ഞിട്ടില്ല എന്ന് പറയും. അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ പറയാത്തത് പറഞ്ഞു എന്നും വരും.
അപ്പോൾ വാഴ മുള്ളിൽ വീണാലും മുള്ള് വാഴയിൽ വീണാലും മുള്ളിനാണ് കേടെന്നൊക്കെ ഉണ്ടെങ്കിലും സ്ത്രീ സഹജമായ സ്വഭാവം വെച്ച് പറയുമ്പോൾ അത് പുരുഷന്മാർക്കാണ് വയ്യാവേലിയായിട്ട് വരിക. വേദാന്ത കീർത്തനത്തിൽ പറയും, മരം കൊണ്ടുണ്ടാക്കിയ ഒരു സ്ത്രീയുടെ പാവയെ കൂടി കാലുകൊണ്ട് തൊടരുത്, കൈകൊണ്ടല്ല കാലുകൊണ്ട് തൊടരുത്. കാരണം എന്താ? സ്ത്രീ സത്യത്തിൽ വളരെയധികം ആത്മധൈര്യമുള്ള ആളാണ്. പക്ഷേ നമ്മൾ കവികൾ പറയും സ്ത്രീകൾ അബലകളാണെന്നല്ല. അല്ല, അബലകളല്ല. അവരുടെ അത്ര ധൈര്യം വേറെ ആർക്കുമില്ല. എന്ത് തെറ്റ് ചെയ്താലും അത് മൂടി വയ്ക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അതോ അതിൽ നിന്നാണ് പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല എന്നുള്ള മഹാവാക്യങ്ങളൊക്കെ വന്നത് അങ്ങനെ. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? പെണ്ണിൻ പ്രീതിക്കു പണ്ടേക്ക് പോയതാം വാക്കു കാരണം സത്യത്തിൻ്റെ കുടുക്കിൽ പെട്ടേറെ മാഴിടും മാവിധം അച്ഛൻ്റെ അത് ദശരഥൻ കൈകൈക്ക് കൊടുത്ത വരത്തിനെ പറ്റിയിട്ട് അവിടെ അത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അച്ഛൻ്റെ വാക്ക് മൂർധാവാൽ വഹിച്ച് പുരുപുണ്യവാൻ. അച്ഛൻ്റെ ഇംഗിതം മനസ്സിലാക്കി അത് ശിരസാ വഹിച്ചു. ശിരസാ വഹിക്കണം. അച്ഛൻ്റെ വാക്ക് മൂർധാവാൽ വഹിച്ച, അതായത് തൻ്റെ ഉള്ളിലുള്ള ഇൻ്റലിജൻസ് ഉപയോഗിച്ചു എന്നർത്ഥം. അച്ഛൻ പറഞ്ഞത് ആക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അച്ഛൻ്റെ ഹിതത്തിനനുസരിച്ച് നടന്നു. അച്ഛൻ്റെ വാക്ക് മൂർധാവാൽ വഹിച്ച് പുരുപുണ്യവാൻ ശരീരാദികൾ യോഗീന്ദ്രൻ പോലെ രാജാതി സർവവും വെടിഞ്ഞ് പുഞ്ചിരി കൊണ്ടേ സഭാര്യൻ പോകിനാൻ വനം. ആരെയും ശപിക്കാതെ കണ്ട് പൂർണ്ണമായ എന്താ പറയുക, സമാധാനപരമായൊരു അന്തരീക്ഷത്തിൽ ചിരിച്ചും കൊണ്ടാണ് കാനനത്തിലേക്ക് പോയത്. അപ്പോൾ തൻ്റെ സഹധർമ്മിണീനെ പരുഷമായ വാക്കുകളെ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ദുഃഖിപ്പിച്ചു കൈകേയി, മരവുരയൊക്കെ കൊടുത്തിട്ട്. അപ്പോഴും കമ്പോഷർ നിലനിർത്തി അദ്ദേഹം മനസ്സിലായില്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് ശരീരാദികൾ യോഗീന്ദ്രൻ പോലെ. ശരീരസുഖത്തിന് വേണ്ടി ശ്രീരാമചന്ദ്രസ്വാമി ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് രാജാതി സർവവും വെടിഞ്ഞു പുഞ്ചിരി കൊണ്ടേ സഭാര്യൻ പോയിനാൻ വനം. ഭാര്യയോടുകൂടി കാട്ടിലേക്ക് പോയി. ദുർബുദ്ധിയാം ശൂർപ്പണയ്ക്ക്, അവിടെയാണ് പേര് വന്നുള്ളൂ. ദുർബുദ്ധിയാം ശൂർപ്പണയ്ക്ക് അംഗഭംഗം അണക്കയാൽ പോരിന്നണഞ്ഞ 14,000 യാതുധാനരേ. അപ്പോൾ ശൂർപ്പണയ്ക്ക് മൂക്കും കുജവും, കുജെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഭാഷയിൽ മുലകൾ, ഒരൊറ്റ വെട്ടിന് മൂക്കിൻ്റെ മൂക്കും മുലയുടെ പകുതിയും അവിടെ പോയി. അതാണ്. അപ്പോൾ ദുർബുദ്ധിയാം ശൂർപ്പണകയ്ക്ക് അംഗഭംഗം മണക്കയാൽ പോരിന്നണിഞ്ഞ 14,000 യാതുധാനരേ ഖരദൂഷണർ മുമ്പായുള്ളോർകളെ. അതിൽ ലീഡേഴ്സ് ആരായിരുന്നു? ഖരനും ദൂഷണനും. ഖരദൂഷണർ മുമ്പായുള്ളോർകളെ കൊന്നു വീര്യവാൻ കാട്ടിൽ താൻ വാണനുജനും കഷ്ടപ്പെട്ടാൻ കുറേ ദിനം. അപ്പോൾ അതിന് നമ്മൾ സന്നദ്ധരായിരിക്കണം. അച്ഛൻ്റെ വാക്ക് പാഴായി പോകാതെണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും കുറച്ച് ബുദ്ധിമുട്ടിയാൽ അത് നമ്മൾക്ക് നമ്മുടെ കിരീടത്തിൽ രത്നങ്ങളായിട്ട് മാറും. കിരീടം ഉണ്ടെന്ന് വിചാരിക്കണോണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ സീത തൻ മേന്മ കേട്ട് ഉള്ളിൽ മദനാർത്തി മുഴുക്കിലും അടുത്തു ചെല്ലുവാൻ പേടിച്ചു ഉപായജ്ഞൻ ദശാനനൻ. ഈ ദശാനനൻ, രാവണൻ സീതേനെ പറ്റി വളരെയധികം കേട്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ചെല്ലാൻ പേടി, ശപിക്കും ചിലപ്പോൾ. അതുകൊണ്ടാണ് സീത തൻ മേന്മ കേട്ട് ഉള്ളിൽ മദനാർത്തി മുഴുക്കിലും, കാമബാണൻ അല്ലെങ്കിൽ കാമൻ്റെ ബാണങ്ങൾ തറച്ച് വല്ലാണ്ടിയായി മൂപ്പര്. അപ്പം മദനാർത്തി മുഴക്കിലും അടുത്ത് ചെല്ലുവാൻ പേടിച്ച ഉപായജ്ഞൻ ദശാനനൻ എന്ത് ചെയ്തു? പുറപ്പെടിച്ചു പൊന്മാനായി വന്നു തന്നെ അകറ്റവേ. തൻ്റെ അമ്മാവനായിരുന്ന മാരീചനെ വിളിച്ചു വരുത്തി എങ്ങനെയെങ്കിലും ഈ ഒരു പൊന്മാനായി വന്നിട്ട് രാമലക്ഷ്മണന്മാരെ ആശ്രമത്തിൽ നിന്ന് അകറ്റുക.
അകറ്റിയാൽ ഞാൻ അവളെ കട്ടുകൊണ്ട് പോവാം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുറപ്പെടിച്ചു പൊന്മാനായ വന്നു തന്നെ അകറ്റവേ മാരീച ദുഷ്ടനെ കൊന്നു രുദ്രൻ ദക്ഷനെ മാതിരി. എങ്ങനെയാണ് രുദ്രൻ ദക്ഷനെ വധിപ്പിച്ചത്, അല്ലെങ്കിൽ അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ. അതേപോലെ മാരീച ദുഷ്ടനെ ശ്രീരാമചന്ദ്രസ്വാമി കൊന്നു. ചെന്നായവൻ നാടിനെ പോലുടൻ ആടിനെ പോലുടൻ തൻ പ്രിയപത്നിയെ തക്കവും നോക്കി വന്നെങ്ങോ കപടൻ കൊണ്ടുപോകവേ. എങ്ങോട്ടാ കൊണ്ടുപോയതെന്ന് അറിയില്ല, അതാണ് എങ്ങോ കൊണ്ടുപോകവേ. ഇനി ചില ദൃഷ്ടാന്തങ്ങളും ചില എന്താ പറയുക തുറന്നു പറച്ചിലൊക്കെ വരുമ്പോഴാണ് ശ്രീലങ്കയിലുണ്ടെന്ന് മനസ്സിലാവുക. പിന്നെയാണ് സമുദ്രത്തിന് ചിറ കെട്ടണത്. അപ്പോൾ ചെന്നായ വന്ന് ആടിനെ പോലുടൻ തൻ പ്രിയപത്നിയെ തക്കവും നോക്കി വന്നെങ്ങോ കപടൻ കൊണ്ടുപോകവേ സീതയെ കാട്ടിലെങ്ങെങ്ങും വിളിച്ചൊട്ടോറേ മാഴ്കിനാൻ പ്രപഞ്ചഗതി കാണിച്ചതാവാം സാനുജനാം പ്രഭു. ശരിക്കും ഭഗവാന് അങ്ങനെ ദുഃഖത്തിൽ മാഴകേണ്ട ആവശ്യമില്ല, പക്ഷേ മനുഷ്യജന്മം എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആടി ഫലിപ്പിക്കണം. ഭാര്യനെ ആരെങ്കിലും കണ്ടുകൊണ്ടുപോയാൽ എങ്ങനെയൊക്കെ ദുഃഖം ഉണ്ടാവണം എന്ന് നടിപ്പിക്കാൻ ഈസ് എ ഗുഡ് മാസ്റ്റർ, ബെസ്റ്റ് മാസ്റ്റർ. എല്ലാം ബെസ്റ്റാണ്. മഹാവിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ഏതേത് അവതാരങ്ങൾ എടുത്തിട്ടുണ്ടോ അതൊക്കെ ലീലയാ വിനോദമാടുന്നു എന്നുള്ള വാക്ക് സാർത്ഥകമാക്കാൻ വേണ്ടി വളരെ പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സീതയെ കാട്ടിലെങ്ങെങ്ങും വിളിച്ചൊട്ടേറെ മാഴ്കിനാൻ പ്രപഞ്ചഗതി കാണിച്ചതാവാം സാനുജനാം പ്രഭു. അനുജനോടും കൂടി കള്ളനോടേറ്റു തോൽക്കേണ്ടി വന്ന ധന്യജടായുവേ. ഇവിടെ കള്ളനാരാ? രാവണൻ കള്ളനെ പോലെ പതുങ്ങി വന്നിട്ടാണ് സീതാദേവിയുടെ കൈ പിടിച്ച് വലിച്ച തൻ്റെ എന്താണെന്നാ പറയുക പുഷ്പക വിമാനത്തിൽ കയറ്റി കൊണ്ടുപോയത്. അതാണ് കള്ളനോടേറ്റ് തോൽക്കേണ്ടി വന്ന ധന്യജടായുവേ. ചന്ദ്രഹാസം കൊണ്ട് പക്ഷങ്ങൾ അരിഞ്ഞു എന്നാണ് പറഞ്ഞത്. ദഹിപ്പിച്ചു കബന്ധന്നു രക്ഷാ സുഗ്രീവസഖ്യവും. അതായത് ഓരോ വാക്കുകളെ കൊണ്ട് ഓരോ കഥകൾ ഒതുക്കി ഇവിടെ. കള്ളനോടേറ്റു തോൽക്കേണ്ടി വന്ന ധന്യജടായുവേ ദഹിപ്പിച്ചു കബന്ധന്നു രക്ഷസ് സുഗ്രീവസഖ്യവും. അതായത് കബന്ധന് മോക്ഷം കൊടുത്തു, സുഗ്രീവസഖ്യം ഉണ്ടായി. അപ്പോൾ സഖ്യവും ചെയ്ത് ബാലിയെയും കൊന്ന്. കാരണം സുഗ്രീവസഖ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാലിയെ കൊല്ലണം. അതൊക്കെ ചെയ്തു. സീത വാഴുവതാമിടം മറിഞ്ഞ് അബ്ധിതടം പോയി. അപ്പോൾ സീത വാഴുന്ന സ്ഥലം മനസ്സിലാക്കി. അതിനൊക്കെ കഥകളുണ്ട്. എന്നിട്ട് അബ്ധിതടം പോയി. ഈ സമുദ്രത്തിന് കുറുകെ ഒരു ബ്രിഡ്ജ് പണിതു, പാലം പണിതു, അല്ലെങ്കിൽ ഒരു ഹൈവേ വെട്ടി. ഇപ്പോൾ ചില സ്ഥലത്ത് ഈ സമുദ്രത്തിൻ്റെ മുകളിലെ തിരമാലകൾക്ക് അനുസരിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ വലിയ ബോക്സ് കൂടെ ഇൻ്റർലോക്ക് ചെയ്തിട്ട് അത് കൂടെ നടക്കാം. അതും പൊളിഞ്ഞു. കാരണം ഈ കോൺട്രാക്ടേഴ്സിനൊക്കെ പൊളിക്കണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, നന്നാവുന്നത് ഉണ്ടാവില്ല. അതേപോലെ അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമല്ല. വാനരന്മാരാൽ അനുയോജ്യമായ രീതിയിൽ കെട്ടിയിട്ടുള്ള സേതു കുറേ കാലം നിലനിന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ ഉണ്ടായത്? സഖ്യവും ചെയ്ത് ബാലിയെയും കൊന്നു സീത വാഴുവതാമിടം മറിഞ്ഞ് അബ്ധിതടം പോകി നിന്നാൻ ബ്രഹ്മാതി പൂജിതൻ. ശ്രീരാമനൊക്കെ ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെട്ടിട്ടുള്ളവനാണ്. നമുക്ക് മാത്രമേ മതേതരത്തിൻ്റെ പേരിൽ നമ്മൾ ഒന്നും ചെയ്യണില്ല. ആർക്കെങ്കിലും കഷ്ടപ്പാടുണ്ടായാലോ അവരെ പലതരത്തിലും അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അവരെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ സഹോദരന്മാരെ പ്രചാരമൊന്നും പറയില്ല. അപ്പോൾ അറിഞ്ഞ അബ്ധിതടം പൂകി നിന്നാൻ ബ്രഹ്മാതി പൂജിതൻ കോപിച്ചു കഞ്ചോന്ന് കണ്ട്. വരുണനെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള പരിപാടിയാണ്.
കോപിച്ചു കഞ്ചോന്നു കണ്ടു വരുണൻ വിറപൂണ്ടുടൻ ഉള്ളം കുലുങ്ങി നക്രങ്ങൾ പിടഞ്ഞു ഭയവിഹ്വലൻ. കൊണ്ടുവാ ലക്ഷ്മണ വില്ലും ശരങ്ങളെന്ന് ആക്രോശിച്ചു. വരുണനെ ഞാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ കണ്ട് നശിപ്പിക്കും തന്നെയാണ് പറഞ്ഞത്. അപ്പോഴേക്കും വഴി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോപിച്ചു ചോന്നു കണ്ട് വരുണൻ വിറപൂണ്ടുടൻ ഉള്ളം കുലുങ്ങി നക്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലകൾ, തിമിംഗലങ്ങൾ, വലിയ മത്സ്യങ്ങൾ എന്നൊക്കെ അർത്ഥം പറയണം. കുലുങ്ങി നക്രങ്ങൾ പിടഞ്ഞ് ഭയവിഹ്വലൻ രൂപം ധരിച്ച് മൂർധാവിൽ ഉപഹാരവുമായവൻ. അതായത് സമുദ്രം ഒരു ദേവന്റെ രൂപം ധരിച്ചു എന്നാണ് പറഞ്ഞത്. വരുണൻ രൂപം ധരിച്ച് മൂർധാവിൽ ഉപഹാരവുമായവൻ ശ്രീരാമചന്ദ്രസ്വാമിക്ക് കാഴ്ച വയ്ക്കുക. ഉപഹാരവുമായവൻ വന്ന് തൃക്കാൽക്കൽ വെച്ചിട്ടോതിനാൻ തൊഴുകയോടും. എന്താ പറഞ്ഞത്? നിൻ മാഹാത്മ്യം മൂഢരായോർ ഞങ്ങളെന്തറിയും പ്രഭു. ഞങ്ങളെങ്ങനെയാ അങ്ങയുടെ മാഹാത്മ്യം അറിയാമെന്നാണ് ചോദിച്ചത്. നിൻ മാഹാത്മ്യം മൂഢരായോർ ഞങ്ങളെന്തറിയും പ്രഭോ. നിന്നിച്ച പോലെ സത്വാദികളിൽ നിന്നുളവാകയാം. നിന്നിച്ച പോലെ അസത്വാദികൾ എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. നിന്നിച്ച പോലെ സത്വാദികളിൽ നിന്നുളവാകയാം. അത് ശരി. വിണ്ണോറുകള് സത്വത്തിൽ നിന്ന് ഉളവായിട്ടുള്ളവരാ ദേവന്മാര്. സത്വാദികളിൽ നിന്നുളവാകയാം വിണ്ണോർ മരീച്യാദികളും ഭൂദേശാദിരും. എങ്കിലും ഒരു കണ്ടീഷണൽ ക്ലോസ് വെച്ചോടെ. നിർഗുണൻ നിർവികാരൻ നീ. അങ്ങാരാ? നിർഗുണൻ, നിരാകാരനാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണില്ല. നിർവികാരൻ, വികാരമില്ലത്. വികാരം കൊള്ളരുത്, വിചാരം കൊള്ളണം എന്നാണ് വേദവാക്യം. അത് നമുക്കറിയില്ല. നമ്മൾ പിന്നെ എന്താണെന്നാ പറയുക, പോക്കറ്റിലെ പടക്കിട്ടിട്ടാണ് പോണത്. വഴിക്കൂടെ തീപ്പെട്ടിയായിട്ട് ഒരാൾ പോയാൽ അപ്പം നമ്മളെ പടക്കം കത്തും. അത്രയും വികാരശേഷിയുള്ള ആൾക്കാരാണ് നമ്മൾ. കാമക്രോധ മത മത്സര ലോഭ ഭയാദികളെ തിരസ്കരിക്കണം എന്ന് ഗീത പറയണു. പക്ഷേ അതിന് സാധിക്കണില്ല. അപ്പോൾ വിണ്ണോർ മരീച്യാദികളും ഭൂദേശാദ്യരും എങ്കിലും നിർഗുണൻ നിർവികാരൻ നീ. കൃപയാൽ ചെയ്വൂ സർവവും. ഈ ജീവജാല സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത മനസ്സിലാക്കി ഭഗവാൻ ലീലയാ വിനോദമാടും. അത്രേ ഉള്ളൂ. യഥേഷ്ടം എഴുന്നള്ളിടാം. അങ്ങക്ക് യാതൊരു ഒബ്സ്ട്രക്ഷനും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. യഥേഷ്ടം സഞ്ചരിക്കാം. യഥേഷ്ടം എഴുന്നള്ളിടാം. പ്രിയയെ കൊണ്ടുപോന്നിടാം. വിസ്രവസിൻ്റെ മാലിന്യം പോലെയാം പടുപാപിയെ. വിസ്രവസിൻ്റെ പിന്നെ രാവണൻ്റെ അച്ഛനാണ് വിസ്രവസ്. അദ്ദേഹം ബ്രാഹ്മണനാണ്. അപ്പോൾ ഇയാളും ബ്രാഹ്മണനാവേണ്ടതാണ്. പക്ഷേ എന്താ പറയുക, രാക്ഷസീയ ആസുരീയ മനസ്സാവകാരനാണ് രാവണൻ, ലങ്കേശ്വരൻ ആരായത്? രാക്ഷസനായത്. അപ്പോൾ വിശ്രവസിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഇയാളുടെ അമ്മ സ്വാത്വിക ഗുണനിധി ആവാത്തത് കൊണ്ടും ആവാം. അപ്പോൾ യഥേഷ്ടം എഴുന്നള്ളിടാം. പ്രിയയെ കൊണ്ടുപോന്നിടാം. വിശ്രവസിൻ്റെ മാലിന്യം പോലെ. അതായത് അച്ഛൻ്റെ പിതൃമലെന്നാ. വിശ്രവസ് വലിയ ആളാണ്, ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്. പക്ഷെ അച്ഛൻ്റെ മലം, ആ വാക്കൊക്കെ എടുത്ത പൊന്തില്ല. പക്ഷേ ലോകവിദ്രോഹിയെ കൊന്ന് വിശ്വമംഗളമേകിടാം. അങ്ങക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവനെ കൊല്ലാൻ പറ്റും. അവൻ ആരാ? ലോകവിദ്രോഹി. ലോകവിദ്രോഹിയെ കൊന്ന് വിശ്വമംഗളമേകിടാം. ജലം ബാധകമല്ല അങ്ങേക്ക്, എന്നാലും അലയാഴിയിൽ അങ്ങയ്ക്ക് വെള്ളത്തിൽ കിടന്നിട്ടാണ് ശീലം അല്ലേ? അതായത് പ്രളയ ജലത്തിലാണ് അദ്ദേഹം കിടക്കണത്. പക്ഷേ അങ്ങേക്ക് ബാധകമല്ല അങ്ങേക്കെന്നാലും അലയാഴിയിൽ. സമുദ്രത്തിലെ വാനരന്മാരെന്ത് ചെയ്യും?
ചിറകെട്ടുകിൽ വെൺകീർത്തി വാഴ്ത്തിയിടും ദിഗ്ജയാർത്തികൾ. അങ്ങയ്ക്ക് വളരെ കീർത്തി ഉണ്ടാവും, കാര്യം നടക്കും. എന്നിട്ടോ ശ്രീരാമൻ അഭിനന്ദിച്ചു കവിസൈന്യങ്ങൾ ചെന്നുടൻ വനരാജികളൊട്ടാകെ തകർത്ത പല കുന്നുകൾ അങ്കദൻ നീലനും മറ്റും കൊണ്ടുവന്നലയാഴിയിൽ. അതായത് എത്ര ദൂരത്തുനിന്നാണെങ്കിലും കുന്നുകളിലുള്ള എന്താണെന്ന് പറയുക, വലിയ വലിയ പാറകൾ എടുത്താൽ പൊന്താത്തത് എടുത്തുകൊണ്ടുവന്ന് വിശ്വകർമാവിൻ്റെ മകനായിട്ട് അവതാരം ചെയ്തിട്ടുള്ള വാനരവീരൻ. ആരാത് ഇവിടെ പറയുന്നുണ്ട്. അങ്കദൻ നീലനും അങ്കദൻ ആരാ? ബാലിയുടെ മകനാണ്. അങ്കദൻ നീലൻ മറ്റും കൊണ്ടുവന്നലയാഴിയിൽ പടുത്ത ചിറയിൽ കൂടി വിഭീഷണനോടും. അപ്പം വിഭീഷണൻ രാവണൻ്റെ അനിയനാണ്. പക്ഷേ ഇവർ ഈ രാമേശ്വരത്ത് ടെൻ്റടിച്ച് കൂടിയ സമയത്ത് ആകാശത്ത് വന്ന് കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ എന്താണെന്ന് പറയുക, എല്ലാമായി തീർന്നു അദ്ദേഹം. അതാണ് കഥ. അറിയാത്തവർക്ക് ചിലപ്പോൾ കണക്ഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് കഥ അറിയാം എന്ന് വിചാരിച്ചിട്ട് ഞാനും അങ്ങനത്തെ അർത്ഥത്തിൽ തന്നെ പറയുള്ളൂ. പടുത്തു ചിറയിൽ കൂടി വിഭീഷണനോടും വിഭു ഹനുമാൻ ചെന്നു കത്തിച്ച ലങ്കാപുരിയിൽ എത്തിനാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർബാധമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ, ഒരു 10-15 ആൾക്കാർ ഈ മാസം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ എന്താണ് പറയുക, ഭാഗവത ഭക്തദാസ കുടുംബനാഥൻ എന്നുള്ള നിലയ്ക്ക് അവർക്ക് എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും നേരണു. ഏവർക്കും എൻ്റെ ഉദ്ദേശം ഇതത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുണാധീതനായിരിക്കുന്ന ഭഗവാന്റെ തത്വശാസ്ത്രങ്ങളെ ഉദ്ബോധിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ധർമാർത്ഥ കാമ മോക്ഷത്തോടെ പുനരഭിജനനം പുനരഭിമരണമില്ലാത്തൊരവസ്ഥയെ പ്രാപിച്ച് ശ്രേയസ്കരമായ രീതിയിൽ ജീവിതം മോക്ഷത്തിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.